ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻസാർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ, സ്കൂളൊക്കെ തുറന്നു അല്ലേ? മഴയാണ്. മഴയത്ത് കുട ചൂടി അങ്ങനെ നടന്നു പോകാൻ എന്ത് രസമാണല്ലേ? അതെ, അതിനേക്കാളപ്പുറം കുടയില്ലാതെ മഴയത്ത് ഓടിക്കളിക്കാനോ വളരെ രസമാണല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും മഴയെക്കുറിച്ചാണ്. പുത്തൻ പാട്ടുകളും പിന്നെ മഴത്തുള്ളിയുടെ മനോഹരമായ കഥയുമൊക്കെ നമുക്ക് പഠിച്ചാലോ? പഠിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാമോ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? മഴയോ മഴ. എന്താണ്? മഴയോ മഴ. കൂട്ടുകാരെ, പാഠപുസ്തകത്തിലേക്കൊന്ന് നോക്കിയേ. കുറേ കുട്ടികൾ മഴയത്തിങ്ങനെ കളിക്കുന്നത് നമുക്ക് കാണാമല്ലേ? ചളിവെള്ളത്തിൽ ചവിട്ടിയും മഴയത്ത് ചാടിയും ഓടിയും ഡാൻസ് കളിച്ചുമൊക്കെ അവർ വളരെയധികം രസിക്കുകയാണല്ലേ കൂട്ടുകാരെ? നിങ്ങളെപ്പോലുള്ള കുഞ്ഞു കുട്ടികളാണ്, അവർ ഓടിക്കളിക്കുകയാണ്. മഴ ഇത്രയ്ക്ക് രസമാണല്ലേ? അതെ, നമുക്ക് മഴയെക്കുറിച്ചൊരു കവിതയായാലോ? കൂട്ടുകാരും ഒപ്പം പാടണേ. മഴയോ മഴ. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്. മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. കൂട്ടുകാരെ, പാട്ട് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? മഴയെക്കുറിച്ച് ഒത്തിരി പാട്ടുകളുണ്ട്. കൂട്ടുകാരവയെ കണ്ടെത്തി പാടി നോക്കണം കേട്ടോ. ഈ പാട്ട് ഒരിക്കൽ കൂടെ നമുക്ക് പാടിയാലോ? മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്. മഞ്ഞ് പെയ്യണ്, മണ്ണ് കുളിരണ്. മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്. ഈ പാട്ട് ഈണത്തിൽ ചൊല്ലി നോക്കൂ. എന്തൊക്കെയാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? വളരെ ശക്തമായി മഴ പെയ്യുകയാണ്. പുഴയെല്ലാം നിറഞ്ഞൊഴുകുകയാണല്ലോ. ഈ മഴയത്ത് നനഞ്ഞ് കുടയില്ലാത്ത കുട്ടികൾ കളിക്കുകയാണ്. അപ്പോൾ കുടയില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നു കൂട്ടുകാരെ? മഴയത്ത് നനയുകയാണ്. ഇനി അടുത്തോ, മഞ്ഞ് പെയ്യുന്നുണ്ട്, മണ്ണ് കുളിരുന്നുണ്ട്. ഡിസംബർ മാസത്തിലൊക്കെ വളരെയധികം മഞ്ഞ് പെയ്യാറുണ്ടല്ലേ? ആ സമയത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മഞ്ഞത്ത് നന്നായിട്ട് തണുക്കുകയാണ്. ഏത് കുട്ടികളാണ് തണുക്കുന്നത്? പുതപ്പില്ലാത്ത കുട്ടികളാണ് തണുക്കുന്നത്. അപ്പോൾ കുടയില്ലാത്ത കുട്ടികൾ മഴയത്ത് നനയുന്നുണ്ട്. പുതപ്പില്ലാത്ത കുട്ടികൾ മഞ്ഞിൻ്റെ സമയത്ത് നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുമുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. കുട വരയ്ക്കാമോ? കൂട്ടുകാരെല്ലാം മഴയത്ത് കളിക്കുകയാണ്. അവരെന്തിനു വേണ്ടിയാ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്? കുട പിടിക്കാനാണ്. അപ്പോൾ നമുക്ക് കുട വരച്ചു കൊടുക്കാമോ? വരച്ചോളൂ. ഹായ്, എന്തു ഭംഗിയുള്ള കുടകളാണല്ലേ? കൂട്ടുകാർക്ക് കുട വരയ്ക്കാൻ അറിയാമോ? കുട വരച്ചോളൂ. എന്നിട്ട് പല നിറങ്ങളും കൊടുത്തോളൂ. ഇനി നമുക്ക് ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല അല്ലേ? കാലിൽ പിടിച്ചാൽ തോളിൽ കയറുന്നത് ആരാ? കുടയാണ്. എഴുതിക്കോളൂ, കുട. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതണം കേട്ടോ. പറയുമ്പോൾ മഴ പെയ്യുമോ? നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. കൂട്ടുകാരുടെ വീട്ടിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാവില്ലേ? ഉണ്ടല്ലേ? എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് ചുവട്ടിലായിട്ട്
ഒത്തിരി ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കണം. ചെറിയ ചെറിയ സുഷിരങ്ങൾ. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായിട്ട് മറ്റൊരു ചെറിയ സുഷിരം കൂടെ ഉണ്ടാക്കണം. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ എന്ത് ചെയ്യണം? വെള്ളം നിറയ്ക്കണം. ദേ ഇവിടെ കണ്ടോ, നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ട് കുപ്പി ഭദ്രമായി അടയ്ക്കണം. വിരൽ കൊണ്ട് മുകൾ വശത്തെ സുഷിരം അമർത്തി പിടിക്കണം കേട്ടോ. എന്നിട്ട് കുപ്പി ഉയർത്തി നോക്കൂ. വെള്ളം വരുന്നുണ്ടോ? ഇല്ല. എന്നാ കൂട്ടുകാർ പറഞ്ഞോളൂ, പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. പറഞ്ഞോ? പറഞ്ഞു. അപ്പോഴേക്കും മുകൾ വശത്ത് വെച്ചിരുന്ന, അതായത് മുകൾ ഭാഗത്തുള്ള സുഷിരത്തിൽ വെച്ചിരുന്ന വിരളൊന്ന് മാറ്റി നോക്കിയേ. മഴ പെയ്യുന്നത് കണ്ടോ? താഴെയുള്ള സുഷിരങ്ങൾ വഴി വെള്ളം താഴേക്ക് വീഴുന്നു. ഇനി കൂട്ടുകാർ പറഞ്ഞോളൂ, നിൽക്കട്ടെ മഴ നിൽക്കട്ടെ, നിൽക്കട്ടെ മഴ നിൽക്കട്ടെ. പറഞ്ഞോ? പറഞ്ഞു. അപ്പോഴേക്കും മുകളിലെ സുഷിരം ഒന്ന് അടച്ചു പിടിച്ചേക്കണേ. പിടിച്ചോ? പിടിച്ചു. എന്താണ് സംഭവിക്കുക? മഴ നിന്നല്ലോ. താഴെയുള്ള സുഷിരത്തിലൂടെ വെള്ളം വരുന്നുണ്ടോ കൂട്ടുകാരെ? ഇല്ല. ഇതും കൂട്ടുകാർ ചെയ്തു നോക്കണം കേട്ടോ. പരീക്ഷണം ചെയ്തപ്പോൾ കൂട്ടുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്? ഞാൻ കണ്ടത് എഴുതാം. മുകളിലെ സുഷിരത്തിൽ നിന്നും വിരലെടുക്കുമ്പോൾ വെള്ളം ചെറിയ സുഷിരത്തിലൂടെ പുറത്തേക്ക് വരുന്നു. പിന്നെയും മുകളിലെ സുഷിരത്തിൽ വിരൽ അമർത്തുമ്പോൾ ചെറിയ സുഷിരത്തിലൂടെ വരുന്ന വെള്ളം നിലയ്ക്കുന്നു. പരീക്ഷണം ചെയ്യാൻ കൂട്ടുകാർ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ്? ലിസ്റ്റ് എഴുതാം. എഴുതിക്കോളൂ. പ്ലാസ്റ്റിക് ബോട്ടിൽ, വെള്ളം, ആണി. ആണി എന്തിനാ ഉപയോഗിച്ചത്? അതെ, സുഷിരങ്ങൾ ഇടാനാണ് അല്ലേ. പിന്നെ കൂട്ടുകാരെ, ഇപ്പോൾ ദിവസവും മഴയാണല്ലോ അല്ലേ? അതെ. ഇന്നലെ കൂട്ടുകാരുടെ സ്ഥലത്ത് പെയ്ത മഴയെക്കുറിച്ചൊന്ന് എഴുതാമോ? ഇവിടെ ലച്ചുമോള് അവളുടെ വീട്ടിനടുത്ത് പെയ്ത മഴയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ഇന്നലെ പെയ്ത മഴ. അതൊരു പെരും മഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയിളഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചുപോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടക്കുന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി. പക്ഷേ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. കൂട്ടുകാരെ, ലച്ചുകുട്ടി എഴുതിയിരിക്കുന്നത് കണ്ടോ? മഴയുടെ കുസൃതി കൂടുന്നുണ്ടല്ലേ? കൂട്ടുകാർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ. അഭിനയം. ഇനി പറയുന്നത് പോലെ കൂട്ടുകാർ അഭിനയിക്കാമോ? വിറയാണ്. വിറയ്ക്കുന്നതായിട്ട് അഭിനയിച്ചോളൂ. ഇനി നനയാണ്. നനയുന്നതായിട്ട്, അതായത് മഴയിൽ നനയുന്നതായിട്ട് അഭിനയിക്കണം. ഇനി കുളിര് വരുന്നതായും കൂട്ടുകാർ അഭിനയിച്ചോളൂ. മഴച്ചൊല്ലുകൾ കണ്ടെത്താം. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇതുപോലെ നമുക്ക് മഴച്ചൊല്ലുകൾ എഴുതാം. മഴ തോർന്നാലും ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികൾ പിന്നെയും ഊർന്നിറങ്ങും. അതുകൊണ്ടാണ് മഴ തോർന്നാലും മരം പെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റു ചില മഴപ്പഴഞ്ചൊല്ലുകൾ കൂടെ കണ്ടെത്താം. എഴുതാം. ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പത്തിലും ഇരിക്കാം. മകരത്തിൽ മഴ പെയ്താൽ മണ്ണിനു വാദം, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല്, മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല, ഇടവത്തിൽ മഴ ഇടവഴി നീളെ, പെരുമഴ പെയ്താൽ കുളിരില്ല, ചെമ്മാനം കണ്ടാൽ അമ്മാനം മഴയില്ല, അന്തിക്ക് വന്ന മഴയും വിരുന്നും അന്നു പോകില്ല, മഴ പെയ്താൽ പുഴയറിയും, മുച്ചിങ്ങം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല, അടമഴ വിട്ടാലും ചെടിമഴ വിടില്ല, അത്തം കറുത്താൽ ഓണം വെളുക്കും, കർക്കിടകത്തിന് 10 വെയിൽ, മഴവെള്ളപ്പാച്ചിലിൽ മുറം കൊണ്ട് തടുക്കാമോ, മകരത്തിൽ മതി മറന്ന് പെയ്യണം, തിരുവാതിരയിൽ തിരുതകൃതി, മഴ വീണാൽ സഹിക്കാൻ മാനം വീണാലോ,
1000 വെയിലാവാം, അരമഴ വയ്യ. അപ്പോൾ കൂട്ടുകാരി, ഇതുപോലെ ഒത്തിരി പഴഞ്ചൊല്ലുകളും അതുപോലെ തന്നെ കടങ്കഥകളും കവിതകളും കഥകളും ഒക്കെ നമ്മുടെ മഴയെക്കുറിച്ചുണ്ട്. അപ്പം നമുക്ക് ഇത് വച്ചിട്ടൊരു മഴപ്പതിപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇനി നോക്കിയേ, മഴത്തുള്ളി കഥ പറയുമ്പോൾ മഴത്തുള്ളിക്കും ഒരുപാട് കഥ പറയാനുണ്ട്. നമുക്ക് എന്താണെന്ന് ചോദിക്കാമോ? ചോദിച്ചോളൂ. മഴത്തുള്ളി കഥ പറയുമ്പോൾ: കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠോ 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 ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. കൂട്ടുകാരെ, മഴത്തുള്ളിയുടെ കഥ കേട്ടു. എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്നാണ് മഴത്തുള്ളി പറഞ്ഞത്. എങ്ങനെയാണ്? അതെ, വെള്ളം നീരാവിയായി മേഘങ്ങളിലേക്ക് വരും. പിന്നെയോ അവ തണുത്ത് എന്താവും? പിന്നെയും മഴയായി പെയ്തിറങ്ങും. ഇനി നമുക്ക് ഉത്തരം കണ്ടെത്താം. മഴത്തുള്ളിയുടെ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അവയിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം കേട്ടോ. കടലിൽ കളിച്ചത് ആരാണ്? വെള്ളത്തുള്ളികളാണ്. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്താണ്? ചൂട് കാരണമാണ് വെള്ളത്തുള്ളികൾ മേഘത്തിൽ പോയി ഒളിച്ചത്. ഇനി വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനാണ് കൂട്ടുകാരെ? ഠോ ഠോ എന്ന ഇടിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് വെള്ളത്തുള്ളികൾ പേടിച്ചു വിറച്ചത്. ഇനി കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്താ സംഭവിച്ചത്? തണുപ്പ് കൂടി വന്നു അല്ലേ? അതെ. സംഭാഷണം എഴുതാം. കുട്ടി: മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി: ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കുട്ടി: മഴത്തുള്ളി നീ പേടിച്ചത് എന്തിനാണ്? മഴത്തുള്ളി: ടോട്ടോ ശബ്ദം കേട്ടിട്ടാ ഞാൻ പേടിച്ചത്. കുട്ടി: കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു വെള്ളത്തുള്ളി? മഴത്തുള്ളി: തണുപ്പ് കൂടി വന്നു, പിന്നെ മഴയായി പെയ്തു. കണ്ടെത്താം, എഴുതാം. എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. കൂട്ടുകാരുടെ ചുറ്റുപാടുമുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഒന്നിവിടെ തന്നിട്ടുണ്ട്: പുഴ, പിന്നെ കുളം, തോട്, കിണർ, തടാകം, അരുവി. ഇവയെല്ലാം നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളാണല്ലേ? അതെ. പ്രതികരിക്കാം. പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. അരുതേ, മലിനമാക്കരുതേ. ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ജലം ജീവനാണ്, കരുതി വയ്ക്കാം ഓരോ തുള്ളി. നമ്മുടെ നാട്. കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് പാടി നോക്കാം. പാടാം. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോല പീലി വിരിച്ചാട്ടാടുക നാടേ, മയിലാട്ടം പനയോല പീലി നിവർത്തി ആടുക നാടേ തിരയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിളം പച്ച, പച്ചലകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ചിത്രം നമ്മുടെ കേരള നാട്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. ഇത് നമ്മുടെ കേരള നാട്. കൂട്ടുകാരെ, എന്തൊക്കെയാണ് നമ്മുടെ കേരള നാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കുളിരുണരുന്ന മലയുടെ കുഞ്ഞു നാടാണ് നമ്മുടെ നാട്. പിന്നെയോ തെളിനീരൊഴുകുന്ന പുഴകളുടെ നാടാണ്. പിന്നെ
നീലക്കടലുകൾ വിരിച്ച നാടാണ്. തെങ്ങോല പീലി വിരിച്ചു നിൽക്കുന്ന തെങ്ങുകളുള്ള നാടാണ്. പിന്നെ പനയോലകൾ പീലി നിവർത്തിയാടുന്ന മനോഹരമായ നാടാണ്. നെൽവയലുകളിൽ തത്തപ്പച്ചയുണ്ട്. താഴ്വരകളിൽ വാഴപ്പച്ച നിറമാണ്. കാട്ടിന് കരിനീല പച്ചയാണ്. തളിരിളകളെല്ലാം പച്ച വിരിച്ചു നിൽക്കുന്ന പച്ചകൾ കൊണ്ട് ചേർത്ത് വരച്ചൊരു ചിത്രമാണ് നമ്മുടെ കേരള നാട്. അതായത് ഒത്തിരി വൃക്ഷങ്ങൾ കാണപ്പെടുന്ന നാടാണ് നമ്മുടെ കുഞ്ഞു കേരളം. കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? പറഞ്ഞോളൂ. മലകളുള്ള നാട്, പുഴകളുള്ള നാട്, നീലക്കടലുകളുള്ള നാട്, തെങ്ങോല പീരി വെച്ച് നിൽക്കുന്ന മയിലാട്ടമുള്ള നാട്, പനയോല പീരി നിവർത്തി നിൽക്കുന്ന തിറയാട്ടമുള്ള നാട്, പിന്നെയോ നെൽവയലുകളും താഴ്വരകളും കാടും തളിരിലകളും എല്ലാം പച്ച വിരിച്ചു നിൽക്കുന്ന നാട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കേരളത്തെക്കുറിച്ചും പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ പേരെന്താണ്? മഴയോ മഴ. മനോഹരമായ കഥകളും കവിതകളും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതെ, കൂട്ടുകാർക്ക് കഥയും കവിതയും ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ നന്നായി പഠിക്കണേ. അപ്പം നമുക്ക് അടുത്ത പാഠത്തിലൂടെ ഒരുമിച്ച് കാണാം. താങ്ക്